ഹായ് ഫ്രണ്ട്സ്, ഫുഡ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ ടിക്ക മസാല റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ ടിക്കയുടെ റെസിപ്പി നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ചിക്കൻ ടിക്ക ചെയ്തിട്ട് നമ്മൾ അതിനെ ഒന്ന് ഗ്രേവി ആക്കുവാണ്. ഏതൊരു ഐറ്റത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ചിക്കൻ കറിയാണിത്. ചപ്പാത്തിയോ പൊറോട്ടയോ നാനോ ഇനി അതും അല്ലെങ്കിൽ ചോറോ ഇതിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. സാധാരണ എല്ലാ അടുക്കളയിലുമുള്ള ഐറ്റംസ് വെച്ച് തന്നെയാണ് നമ്മളിത് ഈ റെസിപ്പി ചെയ്യുന്നത്. എല്ലാ അടുക്കളയിലും കാണാത്ത രണ്ട് ഇൻഗ്രീഡിയൻസ് ഇതിൽ ഫ്രഷ് ക്രീമും കസൂരി മെത്തിയാണ്. ഇത് രണ്ട് നിങ്ങളുടെ അടുത്തില്ല എങ്കിൽ ഇത് കുറച്ച് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ റെസിപ്പി തയ്യാറാക്കുന്നത് നോക്കാം. ഇപ്പം ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ബ്രസ്റ്റ് പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇനി എല്ലോട് കൂടിയ ചിക്കൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ബോൺലെസ് ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അരമുറി ചെറുനാരങ്ങയുടെ നീര്. ചെറിയ നാരങ്ങയാണ് എടുക്കുന്നതെങ്കിൽ ഒരു മുഴുവൻ നാരങ്ങ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ യോഗട്ട്, അതല്ലെങ്കിൽ ഇതുപോലെ അരിപ്പയിലൊഴിച്ച് വെള്ളം നീക്കിയ കട്ടത്തൈര്, ഉപ്പ് പാകത്തിന്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ. ഞാൻ എടുത്തിരിക്കുന്ന വെജിറ്റബിൾ ഓയിലാണ്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ ഞാൻ ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഉപയോഗിക്കാതെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഓയിൽ ഒന്ന് ചൂടായി വരട്ടെ. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും 2 സൈഡും മുരിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ചിക്കൻ മുരിച്ചെടുക്കാൻ. 2 or 3 ബാച്ചായിട്ട് മുരിച്ചെടുക്കാം. ഇനി ചിക്കൻ ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ഇനി ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡ് മുരിഞ്ഞ് വരട്ടെ. ഇത് ഫുള്ളായിട്ട് മുരിഞ്ഞതിന് ശേഷം ഞാനിത് കോരി മാറ്റിയിട്ട് അടുത്ത ട്രിപ്പ് വറക്കും. അതുപോലെ നമുക്ക് ഈ ചിക്കൻ മുഴുവനായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഇത് വറുത്തതിന് ശേഷമാണ് നമ്മൾ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനി ഈ ചിക്കൻ ഫുള്ളായിട്ട് ഞാൻ വറുത്ത് കോരി എടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ ആ ചിക്കൻ ഫുള്ളായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിത് സൈഡിലേക്ക് വെക്കാം. അടുത്തതായിട്ട് ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വലിയ സവോള ചേർത്ത് കൊടുക്കാം. സവോള എരിയുമ്പോൾ നല്ല പൊടിയായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം. ഈ സവോള ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഈ സവോള ഒന്ന് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വീണ്ടും ഇത് വഴറ്റി കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോയുടെ പേസ്റ്റാണ്. ടൊമാറ്റോ പ്യൂരി ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 തക്കാളിയാണ് എടുത്തിരുന്നത്. ടൊമാറ്റോ പ്യൂരി നമുക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും. റെഡിമെയ്ഡ് വാങ്ങിക്കുന്ന ടൊമാറ്റോ പ്യൂരി ആണെങ്കിൽ കറിക്ക് നല്ല കളർ ഉണ്ടാവും. പക്ഷെ അതൊക്കെ കേടാവാണ്ടിരിക്കാനായിട്ട് പ്രിസർവേറ്റീവ്സ് എന്തായാലും ചേർക്കുന്നുണ്ടാവും. നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. നമ്മൾ 2 തക്കാളി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇത് ഒരു 2 മിനിറ്റ് നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ ടൊമാറ്റോ പ്യൂരി ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി. പെരിഞ്ജീരകമല്ല, ചെറിയ ജീരകമാണ്. ഗ്രേവിക്ക് അനുസരിച്ച് ഉപ്പ്. ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ ഒന്ന് വഴന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ടിക്ക ചേർത്ത് കൊടുക്കാം. ഈ മസാല ഈ ചിക്കനിലേക്ക് ഒന്ന് കോട്ടാവട്ടെ. ഇളക്കി യോജിപ്പിക്കാം. ഈ മസാലയിൽ 2 മിനിറ്റ് ഈ ചിക്കൻ വന്നിരിക്കട്ടെ. ഇനി നമുക്ക് ഇതൊന്ന് ഗ്രേവി ആക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വീണ്ടും മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നല്ല തിക്ക് ഗ്രേവിയാണ്. ഉപ്പ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരൽപ്പോടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതൊരു 3/4 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ്. ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇളക്കി യോജിപ്പിക്കാം. ഈ കറി റെഡി ആയിട്ട് വന്നു കഴിയുമ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണം ഇരിക്കാൻ. അപ്പോൾ നമുക്ക് ഇതൊരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്ന് അടച്ചു വെക്കാം. ഈ കറി നമുക്കൊന്ന് തുറന്നു നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ കറി.
അപ്പോൾ ഇത്രയും വരെ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് മാത്രമാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ്, ഒരു 1/4 ടേബിൾ സ്പൂൺ കസൂരി മെത്തി ഒന്ന് കയ്യിൽ പൊടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. ചാറൊക്കെ ഈ ഒരു തിക്നെസ്സിൽ വേണം എടുക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചിക്കൻ ടിക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരാം. ടേക്ക് കെയർ, ബൈ.